again, welcome back to my channel Amis Talks. എന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറേ ക്ഷുദ്രശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ തളരൂല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പാള കൊണ്ടുള്ള ഫ്ലവേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാളപ്പൂക്കൾ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അതിന് മുന്നേ ആയിട്ട് എന്നും പറയാറുള്ളത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാൻ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ മാത്രമേ ഞാൻ പിന്നെയും ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് ഓടി വരാം. പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പാള കിട്ടും. പശുവൊന്നും തിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ നമുക്കതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തെടുക്കുക മീൻസ് അതിൻ്റെ ആ ഫ്രണ്ടിൽ ഏറ്റവും ഔട്ടർ ലെയറായിട്ട് ഭയങ്കര എന്താ പറയുക ഒരു മിനുസുള്ളൊരു പാർട്ട് ഉണ്ടാവും. അത് നമുക്ക് എടുത്ത് കളയാം. പിന്നെ ഇതുപോലെ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടാവും, അതും നമുക്ക് വേണ്ട. അത് രണ്ടും നമുക്ക് എടുത്ത് കളയാം. പാള വൃത്തിയാക്കി എടുക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക കേട്ടോ. നമുക്കിപ്പോൾ പാളയുടെ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഒക്കെ നമ്മൾ ഒഴിവാക്കി കളഞ്ഞു. അപ്പോൾ ആ മിഡിലുള്ള ഒരു പോർഷനാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പെറ്റൽസ് തയ്യാറാക്കണം. അപ്പോൾ ഒരു കുഞ്ഞ് പീസ് അതിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് സെൻറ്ററിലൂടെ ഒന്ന് മടക്കിയിട്ട് കത്രിക വെച്ചിട്ട് ഒരു ഇതളിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. സൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈർക്കിലിയിലേക്ക് ഓരോ ഇതളും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഏത് ഗമ്മ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഉപയോഗിച്ചാൽ മതി. ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് മാത്രം അതവിടെ നിൽക്കണമെന്നില്ല. അപ്പോൾ നമുക്കൊരു ത്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കാം. നൂല് കെട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇതളുകൾ ഓരോന്നും വെച്ച് കൊടുക്കാം. ഒരു സ്റ്റിക്കിൽ തന്നെ 3 പാർട്ടായിട്ടാണ് കേട്ടോ നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഞാൻ 4 പെറ്റൽസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 പെറ്റൽസും ആ ഈർക്കിലോട് കൂടി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ ത്രെഡൊന്നും കാണാത്ത രീതിയിൽ വേണം ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതായത് നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം.
ഇനി ഇപ്പോൾ ചെയ്തതിൻ്റെ തൊട്ട് താഴെ തന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു ഇതളും കൂടെ ചെയ്തെടുക്കണം. അപ്പം നമ്മളിതിൻ്റെ 3 സ്റ്റെപ്പും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ ഇത്. അപ്പം ഞാൻ ഇതേപോലെയുള്ള 3 സ്റ്റിക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എണ്ണങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാവും കേട്ടോ നന്നാവുക. ഇനി നമുക്ക് ഒരെണ്ണം കളറിൽ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ റെഡ് ആക്രിലിക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള കളർ ചെയ്യാം കേട്ടോ. റെഡ് കളറിലുള്ളത് നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്, നമ്മൾ മാറ്റമൊന്നും വരുത്തുന്നില്ല. എനിക്ക് ഈ കളർ ചെയ്യാത്ത നാച്ചുറലായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഭംഗിയായിട്ട് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ നമ്മൾ റെഡ് കളറിലുള്ള ഫ്ലവർ സ്റ്റിക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മൊത്തം 4 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.